തന്നെ പങ്കുവയ്ക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം സഹായിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠമായ കർത്തദാസന്മാർ, പ്രത്യേകാൽ നമ്മുടെ സ്നേഹനിധിയായ ബീനാൻ്റിയുടെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ ജോഷിച്ചാൻ, അവർക്ക് ദാനമായി ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബം, ബീനാൻ്റിയുടെ പ്രിയ മാതാവ്, സഹോദരിമാർ, ജോഷിച്ചാൻ്റെ കുടുംബാംഗങ്ങൾ, സഭയോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ, കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടെ കൂടപ്പെട്ടവരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനാകുന്ന ദൈവം അവരെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമാകുന്ന വാക്കുകൾ കൊണ്ട് സമാധാനം വരുത്തുവാൻ കഴിയുകയില്ല എങ്കിലും സർവാശ്വാസങ്ങളുടെയും ദൈവത്തിന് മാത്രമേ സമാധാനം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ തുടർന്നും ദൈവം അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ഈ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനയിൽ കടന്നു വരുവാനും അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുൻപേ ഈ വാത്സല്യ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ തിരുവചനവുമായിട്ട് കടന്നു പോകുവാനും പ്രിയപ്പെട്ടവരുമായി സുവിശേഷം പങ്കുവെക്കുവാനും ചില നാളുകൾ തുടർമാനമായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം സാവകാശമൊരുക്കി. ആ നാളുകളിൽ ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരയുവാനുമൊക്കെ ദൈവം സാവകാശം ഒരുക്കി തരുവാനിടയായി തീർന്നു. നാളുകളുടെ പോക്കിൽ യഥാർത്ഥമായി അറിയേണ്ട കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് ഇന്ന് ചിറക്കപ്പടി AG സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് മുൻപോട്ട് പോകുവാൻ വാത്സല്യ ഭവനത്തെ ദൈവം സഹായിക്കുവാനിടയായി തീർന്നു. ആത്മീയ കാര്യങ്ങളോട് വളരെ ആത്മാർത്ഥ പുലർത്തുകയും ദൈവത്തെ അറിഞ്ഞ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി മുൻപോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. എന്നാൽ ചില നാളുകളായി പ്രിയാൻ്റെ ശരീരത്തിൽ രോഗബാധിതയായി ആശുപത്രിയിലും ഭവനത്തിലുമായി ട്രീറ്റ്മെൻറ്റിലും ദൈവാശ്രയത്തിലുമൊക്കെ മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. എന്നാൽ ആ രോഗശയ്യയിലൊക്കെ ആയിരിക്കുന്ന സമയത്തിലും ദൈവത്തിൽ ആഴമേറിയ പ്രത്യാശയും ധൈര്യവുമൊക്കെ ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹങ്ങൾ ആമൻ ദൈവസന്നിധാനത്തിൽ ആമൻ എടുക്കുവാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളൊക്കെ എഴുതി പാടാനൊക്കെ ദൈവം പ്രിയ ആൻറ്റിയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ രോഗശയ്യയിലായിരുന്ന സമയങ്ങളിൽ പ്രിയാച്ചാനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് കാണുവാൻ കഴിഞ്ഞ കാര്യമെന്ന് പറയുന്നത് ആമെ വളരെ ഒരു മോളോട്, ഒരു മകളോട് ആമൻ എത്രത്തോളം സ്നേഹം കൊടുക്കുവാൻ കഴിയുമോ, എത്രത്തോളം പരിചരിക്കുവാൻ കഴിയുമോ, എത്രത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമോ, അതുപോലെ ഏതു നേരത്തും അടുത്തിരുന്നു കൊണ്ട് ഉറങ്ങാത്ത ഒത്തിരി രാത്രികൾ ആമൻ പ്രിയാച്ചാൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രിയ അമ്മച്ചിയും ആമൻ അതുപോലെ പ്രിയ കുഞ്ഞുങ്ങളുമൊക്കെ ആമൻ ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ ആത്മാർത്ഥമായി പ്രിയാൻ്റിയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷിക്കുവാനുമൊക്കെ ഇടയായി തീർന്നു. അത് ആൻ്റിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു
അനുഗ്രഹമായിരുന്നു. പ്രത്യേകാലി വാത്സല്യ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരിൽ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞത് മാതാവും പിതാവും കുഞ്ഞുങ്ങളുമൊക്കെ ഒരുമിച്ച് വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ മുൻപോട്ട് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാനിടയായി തീരട്ടെ. തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനായി തീരും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇത്ര ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സവിസ്തരമായി പ്രസ്താവിക്കുന്ന മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സന്ദേശമാണ് തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുകയാണ്. മനുഷ്യനായ ലോകത്തിൽ പിറന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ആർക്കും ഒഴിഞ്ഞു മാറുവാൻ പറ്റാത്ത ഒന്നാണ് മരണമെന്ന് പറയുന്ന വാതിൽ എന്ന് പറയുന്നത്. ആ മരണവാതിൽ കൂടെ നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ചില മണിക്കൂറുകൾക്ക് മുൻപേ ഇന്നലെ പ്രഭാതത്തിൽ നമുക്ക് മുൻപായി കടന്നു പോകുവാനിടയായി തീർന്നു. ഭക്തന്മാർ ഇങ്ങനെ പാടുവാനിടയായി തീർന്നു. മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമേറിയോ, മുൻപേ മുൻപേ പോയിടുന്നോ ഭാഗ്യമേറിയോ. നമുക്ക് മുൻപായി കടന്നു ചെല്ലുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സ്വർഗം സന്തോഷിക്കുന്ന ദിനങ്ങളാണ്. വേർപാടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. ഒരു കുടുംബത്തിന് അത് തീരാ നഷ്ടമാണ്. ഒരു സഭയ്ക്ക് അതൊരു തീരാ നഷ്ടമാണ്. ആ സമൂഹത്തിന് അതൊരു നഷ്ടമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ നാമത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാട് സഹിക്കുവാൻ ആവതിലും അപ്പുറമാണ്. തിരുവെഴുത്ത് പറയുകയാണ്, 3 വിധ മരണങ്ങളെക്കുറിച്ചാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ മരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മീക മരണമാണ്. രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശാരീരിക മരണമാണ്. മൂന്നാമത്തെ മരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിത്യമായിട്ടുള്ള മരണമാണ്. ആത്മീക മരണത്തിൽ കൂടെ എന്താണ് മനുഷ്യന് സംഭവിച്ചത്? ആത്മീക മരണമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള വേർപാടാണ് മനുഷ്യന് സംഭവിച്ച ആത്മീക മരണമെന്ന് പറയുന്നത്. അത് ഏദൻ പൂങ്കാവനത്തിലാണ് ദൈവം തൻ്റെ കരവിരുതിനാൽ പൊടിയെടുത്തുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി. ആ രൂപത്തിലേക്ക് ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർന്ന മനുഷ്യൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് ആത്മീക മരണമായിട്ട് ദൈവവചനം പ്രതിപാദിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് മനുഷ്യനുണ്ടായ വേർപാടാണ് ആത്മീക മരണമെന്ന് പറയുന്നത്. എന്നാൽ ശാരീരിക മരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലോകത്തോട്, സ്വന്തം ജനിച്ചു വീണ വീടിനോട്, മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട് യാത്ര പറയുന്നതാണ് ശാരീരിക മരണമെന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് 2 വിടുതലുകളാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. രോഗിയായിരുന്ന ആൻറ്റിയുടെ സൗഖ്യത്തിന് വേണ്ടി അറിഞ്ഞ ദൈവദാസന്മാരും ദൈവസഭകളും ദൈവമക്കളുമൊക്കെ പ്രിയ ആൻറ്റിയുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഒന്ന്, നമ്മുടെ രോഗമുള്ള ശരീരത്തിൽ നിന്ന് രോഗം നമ്മെ വിട്ടുപോകുമ്പോൾ അതിന് നാം സൗഖ്യമെന്ന് പറയും. അല്ല, രോഗമുള്ള ശരീരത്തിൽ നിന്ന് ആ രോഗത്തെ വിട്ട് മനുഷ്യൻ മാറ്റപ്പെടുന്നതാണ് ശാരീരികമായിട്ടുള്ള മറ്റൊരു വിടുതലെന്ന് പറയുന്നത്. അത് ഈ സൊസൈറ്റിയിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ളൊരു വേർപാടാണ്. എന്നാൽ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം
തിരുവചനം പറയുകയാണ്, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഇന്നു മുതൽ ഭാഗ്യമേറിയവരാണ്. അവരുടെ മരണമെന്ന് പറയുന്നത് അതൊരു മരണമല്ല, അതൊരു നിദ്രയാണ്, അതൊരു ഉറക്കമാണ്. ഗുഡ് ബൈ പറഞ്ഞിട്ടല്ല ആൻറ്റി നമ്മെ വിട്ട് യാത്രയായിരിക്കുന്നത്, എന്നേക്കുമായിട്ടുള്ളൊരു വിടയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ്, ഒരു ശുഭരാത്രി നേർന്നിട്ടാണ്. സുപ്രഭാതം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുന്ന സമയത്ത് ആ കാഹളനാദത്തെങ്കിൽ നമ്മെ വിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയിരിക്കുന്ന പ്രിയാൻ്റിയുടെ ശവകുടീരത്തിൽ നിന്ന് എതിരേൽപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. എന്നാൽ മൂന്നാമത്തെ മരണമെന്ന് പറയുന്നത് അത് നിത്യമായിട്ടുള്ള മരണമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം അവന് നിത്യമരണമില്ല, അവന് എന്നേക്കുമായിട്ടുള്ള ഒരു ഉയർപ്പാണ് ദൈവം അവന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ആകയാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ഭാഗ്യം പ്രിയ ബീനാൻ്റിക്ക് ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആയതുകൊണ്ട് നമുക്ക് മാനുഷികമാകുന്ന ഒത്തിരി ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ സമാധാനിപ്പിക്കുവാൻ മാനുഷിക വാക്കുകൾക്ക് കഴിയത്തില്ല എങ്കിലും ഒരു ദിവസം നമ്മെ വിട്ട് പോയിരിക്കുന്ന കർത്തദാസിയെ ചെന്ന് നമുക്ക് കാണുവാൻ ഇടയായി തീരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മുൻപേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനോടുകൂടി എടുക്കപ്പെടുവാൻ, രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. സർവശക്തനാകുന്ന ദൈവം പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ അച്ഛനെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി മൂലം ഇവിടെ നിർത്തുന്നു. സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.